ഹൈ ഫ്രണ്ട്സ്, അവർക്ക് ഒരിക്കൽ കൂടി ഓൾ PSC എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ പരിചയപ്പെടുന്നു ബ്രിട്ടീഷ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഗവർണർ ജനറൽമാരുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഗവർണർ ജനറൽ എന്ന ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് PSC പരീക്ഷയിലൊക്കെ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഓർത്തിളക്കിക്കൊണ്ട് ഒരു ചെറിയ വീഡിയോ ക്ലാസ്സാണ് ഞാനിവിടെ സമർപ്പിക്കുന്നത്. 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം നമ്മുടെ ഭാരതത്തിൽ ഇന്ത്യയിൽ ഒരു ഗവർണർ ജനറൽ എന്ന് പറയുന്ന ഒരു ഭരണം ഏർപ്പെടുത്തുകയാണ്. അതായത് ഇവിടെ വരുന്നത് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് പറയുന്ന ഭരണമാണ്. അപ്പോൾ 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നൊരു പദവി വരികയാണ്. 1773 ബ്രിട്ടീഷ് പാർലമെന്റ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനായി പാസാക്കിയ റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ് ഇന്ത്യയിൽ ഗവർണർ ജനറൽ ഭരണം ഏർപ്പെടുത്തിയത്. ഇതേ വർഷം ഒക്ടോബർ 20 വാറൻ ഹേസ്റ്റിങ്സ് ആദ്യത്തെ ഗവർണർ ജനറലായിട്ട് ചുമതലയേറ്റു എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന ആ ഒരു പദവിയിലേക്ക് ആദ്യമായിട്ട് വരുന്നത് ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക വാറൻ ഹേസ്റ്റിങ്സ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ പദവിയിലെത്തിയ ആദ്യത്തെ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഏത് ആക്ട് പ്രകാരം എന്ന് ചോദിച്ചാൽ 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇവിടെ ഒരു കാര്യം കൂടെ പറയാം. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ബംഗാളിലെ ഗവർണർ ആരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരുന്നത് റോബർട്ട് ക്ലൈവ് ആണ്. ബംഗാളിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ഗവർണർ ആരെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരിക റോബർട്ട് ക്ലൈവ് ആണെന്ന കാര്യം ഓർത്തിരിക്കണം. ഇവിടെ നമ്മൾ വാറൻ ഹേസ്റ്റിങ്സിനെ പറയുന്നത് എന്താണ്? ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആണ് ആരെന്ന് പറയുന്നത് വാറൻ ഹേസ്റ്റിങ്സ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇപ്പോൾ റോബർട്ട് ക്ലൈവും അതുപോലെ തന്നെ വാറൻ ഹേസ്റ്റിങ്സും പരസ്പരം മാറിപ്പോരുത്. ബംഗാളിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ഗവർണർ എന്നാണ് പറയുന്നതെങ്കിൽ അവിടെ റോബർട്ട് ക്ലൈവ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. എന്നാൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആരെന്ന് പ്രത്യേകം എടുത്തു ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഇനി നമ്മൾ പരിചയപ്പെടുന്നത് ബംഗാളിലെ പ്രധാനപ്പെട്ട ഗവർണർ ജനറൽമാരെ കുറിച്ചിട്ടാണ്. അതിൽ തന്നെ ആദ്യം 1773 മുതൽ 1785 വരെയുള്ള കാലയളവിൽ ഭരിച്ച വാറൻ ഹേസ്റ്റിങ്സുമായി ബന്ധപ്പെട്ട കാര്യം. 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ് അദ്ദേഹം ഈ ഒരു പദവിയിലേക്ക് എത്തുന്നത്. ഭരണകാര്യങ്ങളുടെ ചുമതല നിർവഹിക്കാനായിട്ട് 5 അംഗ സുപ്രീം കൗൺസിൽ രൂപവൽക്കരിച്ചതും ആര് തന്നെയാണ്? ഈ പറയുന്ന വാറൻ ഹേസ്റ്റിങ്സിൻ്റെ കാലഘട്ടത്താണ്. റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ് ഈ 5 അംഗ സുപ്രീം കൗൺസിൽ രൂപവൽക്കരിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. 1774 കൽക്കട്ടയിലെ വില്യം ഫോർട്ടിൽ സുപ്രീം കോടതി സ്ഥാപിച്ചതും ആര് തന്നെയാണ്? വാറൻ ഹേസ്റ്റിംഗ് തന്നെയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോടതി എവിടെ നിലവിൽ വരുന്നു? ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോടതി അവിടെ നിലവിൽ വരുന്നു. ഈ പറയുന്ന കൽക്കട്ടയിൽ നിലവിൽ വരുന്നു. വർഷം ചോദിച്ചാൽ 1774. ആരുടെ കാലഘട്ടത്തിൽ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വാറൻ ഹേസ്റ്റിംഗിൻ്റെ കാലഘട്ടത്തിലാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ വാറൻ ഹേസ്റ്റിങ്സിൻ്റെ കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് എന്ത് നിലവിൽ വരുന്നത്? സുപ്രീം കോടതി നിലവിൽ വരുന്നത് എന്ന കാര്യം ഓർത്തിരിക്കണം. എവിടെയാണ് എന്ന് ചോദിച്ചാൽ കൽക്കട്ടയിലാണ്. 1784 വില്യം ജോൺസിൻ്റെ നേതൃത്വത്തിൽ ബംഗാളിൽ ഏഷ്യാറ്റിക് സൊസൈറ്റി സ്ഥാപിച്ചതും ആരുടെ കാലഘട്ടത്തിലാണ്? ഈ പറയുന്ന വാറൻ ഹേസ്റ്റിങ്സിൻ്റെ കാലഘട്ടത്തിലാണ്. വാറൻ ഹേസ്റ്റിങ്സ് ബംഗാളിലെ ഗവർണർ ജനറൽ ആയിരുന്ന സമയത്താണ് 1784 വില്യം ജോൺസിൻ്റെ നേതൃത്വത്തിൽ ബംഗാളിൽ ഏഷ്യാറ്റിക് സൊസൈറ്റി സ്ഥാപിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനു കീഴിൽ കൊണ്ടുവരാനുള്ള പിറ്റ്സ് ഇന്ത്യ ആക്ട് നടപ്പിലാക്കിയതും ആര് തന്നെയാണ്? വാറൻ ഹേസ്റ്റിംഗ് തന്നെയാണ്. 1784 എന്ത് വരുന്നത്? ഈ പറയുന്ന പിറ്റ്സ് ഇന്ത്യ ആക്ട് നിലവിൽ വരുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ കമ്പനിയുടെ ഭരണം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ കൊണ്ടുവരാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ആക്റ്റാണ് ഏതെന്ന് പറയുന്നത് പിറ്റ്സ് ഇന്ത്യ ആക്ട് എന്ന കാര്യം ഓർത്തിരിക്കണം. ഇനി അടുത്തായിട്ട് പരിചയപ്പെടുന്നത് മുഗൾ രാജാവ് ഷാ ആലം II നൽകിക്കൊണ്ടിരുന്ന പെൻഷൻ നിർത്തലാക്കിയതും ആര് തന്നെയാണ്? ഈ പറയുന്ന വാറൻ ഹേസ്റ്റിങ്സ് തന്നെയാണ്. അപ്പോൾ മുഗൾ രാജാവായിട്ടുള്ള ഷാ ആലം II നൽകിയിരുന്ന പെൻഷൻ നിർത്തലാക്കിയത് ആരാന്ന് ചോദിച്ചാൽ ബംഗാളിലെ ഗവർണർ ജനറൽ ആയിരുന്ന വാറൻ ഹേസ്റ്റിങ്സ് ആണെന്ന കാര്യം ഓർത്തിരിക്കണം. ഇനി റോബർട്ട് ക്ലൈവ് നടപ്പാക്കിയ ബംഗാളിലെ ദുഭരണം അവസാനിപ്പിച്ചതും ആര് തന്നെയാണ്? ഈ പറയുന്ന
വാറൻ ഹേസ്റ്റിങ്സ് ആണ്. അപ്പോൾ റോബർട്ട് ക്ലൈവ് ആരാന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ബംഗാളിലെ ആദ്യ ബ്രിട്ടീഷ് ഗവർണറാണ് റോബർട്ട് ക്ലൈവ് എന്ന കാര്യം ഓർത്തിരിക്കുക. അദ്ദേഹമാണ് എന്ത് നടപ്പിലാക്കിയിരുന്നത്? അവിടെ ബംഗാളിൽ ദുഭരണം നടപ്പിലാക്കിയിരുന്നു. അത് ആരാണ് നിർത്തലാക്കിയത്? ഈ പറയുന്ന വാറൻ ഹേസ്റ്റിങ്സ് ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ട്രഷറി മുർഷിദാബാദിൽ നിന്നും കൽക്കട്ടയിലേക്ക് മാറ്റിയതും ആര് തന്നെയാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ തൊട്ടു മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു, ബംഗാളിലെ ദുഭരണം ഈ പറയുന്ന റോബർട്ട് ക്ലൈവ് ഏർപ്പെടുത്തിയ വർഷം കൂടി ഒന്ന് ഓർത്തിച്ചേക്കുക. 1765 1765 ബംഗാളിൽ ദുഭരണം ഏർപ്പെടുത്തിയ വർഷം. അതായത് ബംഗാളിൽ ദുഭരണം നടപ്പിലാക്കിയതായിരുന്നു ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക ബംഗാളിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ഗവർണറായ റോബർട്ട് ക്ലൈവ് ആണ്. അദ്ദേഹം ഈ ദുഭരണം നടപ്പിലാക്കിയത് 1765 റോബർട്ട് ക്ലൈവിന്റെ ഒരു പ്രസിദ്ധമായ ഒരു വാക്കുണ്ട്, എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരൂ, ഞാൻ ഭാരതം കീഴടക്കാം എന്ന് പറഞ്ഞത് ആരാണ്? ഈ പറയുന്ന റോബർട്ട് ക്ലൈവ് ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ ആത്മഹത്യ ചെയ്ത ബംഗാൾ ഗവർണറാണ് റോബർട്ട് ക്ലൈവ് എന്ന കാര്യം ഓർത്തിരിക്കുക. ആത്മഹത്യ ചെയ്ത ബംഗാളിലെ ഗവർണർ കൂടിയാണ് റോബർട്ട് ക്ലൈവ്. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരൂ, ഞാൻ ഭാരതം കീഴടക്കാമെന്ന് പറഞ്ഞതും ഈ പറയുന്ന റോബർട്ട് ക്ലൈവ് തന്നെയാണ്. അദ്ദേഹമാണ് ബംഗാളിൽ ദുഭരണം ഏർപ്പെടുത്തിയത്. വർഷം 1765. അത് നിർത്തലാക്കിയത് ആരാണ്? ഈ പറയുന്ന വാറൻ ഹേസ്റ്റിങ്സ് ആണെന്ന കാര്യം ഓർത്തിരിക്കണം. ഇനി നമ്മൾ അടുത്തതായിട്ട് പരിചയപ്പെടുന്നത് ഇന്ത്യയിലെ ആദ്യ പത്രമായ ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയുടെ ബംഗാൾ ഗസറ്റ് 1780 പ്രസിദ്ധീകരണം ആരംഭിച്ചപ്പോഴും ആ സമയത്ത് ഗവർണർ ജനറൽ ആരായിരുന്നു? വാറൻ ഹേസ്റ്റിങ്സ് ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ പത്രം ഏതാണെന്ന് ചോദിച്ചാൽ ബംഗാൾ ഗസറ്റ്. ആരാണത് പുറത്തിറക്കിയെന്ന് ചോദിച്ചാൽ ജെയിംസ് അഗസ്റ്റസ് ഹിക്കി ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അതേപോലെ 1780 ഇതിൻ്റെ പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി ചാൾസ് വിൽക്കിൻസ് ഭഗവത്ഗീതയുടെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയതും ആരുടെ കാലഘട്ടത്തിലാണ്? ഈ പറയുന്ന വാറൻ ഹേസ്റ്റിങ്സിന്റെ കാലഘട്ടത്തിലാണ്. ചാൾസ് വിൽക്കിൻസ് ഭഗവത്ഗീതയുടെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയത് ആരുടെ കാലഘട്ടത്തിലാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക ഈ പറയുന്ന വാറൻ ഹേസ്റ്റിങ്സിന്റെ കാലഘട്ടത്തിലാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി 1772 പഞ്ചവത്സര ഭൂനികുതി പദ്ധതി 1776 വാർഷിക പദ്ധതിയാക്കി മാറ്റിയതും ആര് തന്നെയാണ്? ഈ പറയുന്ന വാറൻ ഹേസ്റ്റിങ്സിന്റെ കാലഘട്ടത്തിലാണ്. 1772 പഞ്ചവത്സര ഭൂനികുതി പദ്ധതി 1776 വാർഷിക പദ്ധതിയാക്കി മാറ്റിയതും ആര് തന്നെയാണ്? ഈ പറയുന്ന വാറൻ ഹേസ്റ്റിങ്സിന്റെ കാലഘട്ടത്തിലാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞത് ഇന്ത്യയിലെ ആദ്യ പത്രമായ ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയുടെ ബംഗാൾ ഗസറ്റ് 1780 പ്രസിദ്ധീകരണം ആരംഭിക്കുമ്പോൾ ആരായിരുന്നു അവിടുത്തെ ഗവർണർ ജനറൽ? ബംഗാളിലെ വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ചാൾസ് വിൽക്കിൻസ് ഭഗവത്ഗീതയുടെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കി എപ്പോഴും അവിടുത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരും വാറൻ ഹേസ്റ്റിങ്സ് ആണ്. അപ്പോൾ ഈ പറയുന്ന ഭഗവത്ഗീതയുടെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയതായിരുന്നൊക്കെ ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക ചാൾസ് വിൽക്കിൻസ് ആണ് എന്ന കാര്യം ഓർത്തിരിക്കണം. ഇനി 1772 പഞ്ചവത്സര ഭൂനികുതി പദ്ധതി 1776 വാർഷിക പദ്ധതിയാക്കി മാറ്റിയതും ആരുടെ കാലഘട്ടത്തിൽ തന്നെയാണ്? വാറൻ ഹേസ്റ്റിങ്സിന്റെ കാലഘട്ടത്തിലാണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി പരിചയപ്പെടുന്നത് ഒന്നാം ആംഗ്ലോ മറാത്ത യുദ്ധം 1775-82 കാലഘട്ടത്തിൽ, രണ്ടാം ആംഗ്ലോ മൈസൂർ യുദ്ധം 1780-84 കാലഘട്ടത്തിൽ, ഒന്നാം റോഹില്ല യുദ്ധം 1773-74 കാലഘട്ടത്തിൽ എന്നിവയെല്ലാം നടന്നത് ഈ പറയുന്ന വാറൻ ഹേസ്റ്റിങ്സിന്റെ കാലഘട്ടത്തിലാണ്. ഒന്നാം ആംഗ്ലോ മറാത്ത യുദ്ധം, അതുപോലെ തന്നെ രണ്ടാം ആംഗ്ലോ മൈസൂർ യുദ്ധം, ഒന്നാം റോഹില്ല യുദ്ധം, ഇതൊക്കെ നടക്കുമ്പോൾ ഗവർണർ ജനറൽ ആരായിരുന്നു ബംഗാളിലെ എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക വാറൻ ഹേസ്റ്റിങ്സ് ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ കാലം ബംഗാളിന്റെ ഗവർണർ ജനറൽ ആയിരുന്ന വ്യക്തി ആര് എന്ന് ചോദിച്ചാലും ഉത്തരമായിട്ട് വരുന്നത് വാറൻ ഹേസ്റ്റിങ്സ് തന്നെയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഏറ്റവും കൂടുതൽ കാലം ബംഗാളിലെ ഗവർണർ ജനറൽ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരുന്നത് വാറൻ ഹേസ്റ്റിങ്സ് ആണ് എന്ന കാര്യം ഓർത്തിരിക്കണം. ഇനി നമ്മൾ അടുത്തതായിട്ട് പരിചയപ്പെടുന്നത് അടുത്ത ഗവർണർ ജനറലാണ് ജോൺ മക്ഫേഴ്സൺ എന്നതാണ്. വാറൻ ഹേസ്റ്റിങ്സിന് ശേഷം ഗവർണർ ജനറൽ പദവിയിലേക്ക് എത്തിയത് എന്ന കാര്യം ഓർത്തിരിക്കുക. 1785-86 കാലഘട്ടത്തിൽ വാറൻ ഹേസ്റ്റിങ്സ് മാറിയ ഒഴിവിലേക്ക് താൽക്കാലികമായിട്ട് 1786 സെപ്റ്റംബർ വരെ ആര് വരികയാണ് ഗവർണർ ജനറൽ പദവിയിലേക്ക്? ജോൺ മക്ഫേഴ്സൺ വരികയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ വാറൻ ഹേസ്റ്റിങ്സ് ഒഴിവാകിയ ആ ഒരു പദവിയിലേക്ക് 1786 സെപ്റ്റംബർ വരെ വരുന്ന ഗവർണർ ജനറലാണ് ജോൺ മക്ഫേഴ്സൺ എന്ന കാര്യം ഓർത്തിരിക്കണം.
ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി വാറൻ ഹേസ്റ്റിങ്സുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കണം. വാറൻ ഹേസ്റ്റിങ്സ് ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥ അറിയപ്പെടുന്നത് ക്യുനൈൽ എന്ന പേരിലാണ്. ക്യുനൈൽ എന്ന പേരിലാണ് വാറൻ ഹേസ്റ്റിങ്സ് ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥ അറിയപ്പെടുന്നത്. ക്യുനൈൽ എന്ന പേരിലാണ് വാറൻ ഹേസ്റ്റിങ്സ് ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥ അറിയപ്പെടുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കണം. വാറൻ ഹേസ്റ്റിംഗ് ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥ ഏത് പേരിൽ അറിയപ്പെടുന്നു? ക്യുനൈൽ എന്ന് പറയുന്ന പേരിലാണ് അറിയപ്പെടുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞ ഒരു കാര്യം, അതായത് 1774 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോടതി കൽക്കട്ടയിൽ വരുന്നുണ്ട്. അവിടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരെന്ന് പലപ്പോഴും PSC ചോദിക്കാറുണ്ട്. സർ എലിജാഹ് ഇംബെയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. സർ എലിജാഹ് ഇംബെയാണ് ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കൽക്കട്ടയത് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ വാറൻ ഹേസ്റ്റിങ്സിന്റെ കാലഘട്ടത്ത് 1774 നിലവിൽ വന്ന സുപ്രീം കോടതിയിൽ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് പദവിയിൽ ഉണ്ടായിരുന്നത് സർ എലിജാഹ് ഇംബെയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. സർ എലിജാഹ് ഇംബെയാണ് ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. വാറൻ ഹേസ്റ്റിങ്സിന്റെ കാലഘട്ടത്തിൽ കൊൽക്കത്തയിൽ വന്നപ്പോൾ വർഷം 1774 എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി വാറൻ ഹേസ്റ്റിങ്സിന് ശേഷം വരുന്നതാണ് ജോൺ മക്ഫേഴ്സൺ എന്ന കാര്യം ഓർക്കുക. താൽക്കാലികമായിട്ട് 1786 സെപ്റ്റംബർ വരെയായിരുന്നു ഇദ്ദേഹത്തിന്റെ കാലാവധി. ഇനി വരികയാണ് ചാൾസ് കോൺവാലിസ്. കോൺവാലിസ് പ്രഭുവാണ് തുടർന്ന് ഈ പറയുന്ന ബംഗാളിലെ ഗവർണർ ജനറൽ പദവിയിലേക്ക് വരുന്നത്. 1786 മുതൽ 1793 വരെയുള്ള കാലഘട്ടത്തിലാണ് കോൺവാലിസ് പ്രഭു അധികാരത്തിൽ വരുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. കീഴ്ക്കോടതികളും അതുപോലെ തന്നെ മേൽക്കോടതികളും സ്ഥാപിച്ചത് ഈ പറയുന്ന കോൺവാലിസ് പ്രഭുവിന്റെ കാലഘട്ടത്തിലാണ്. അതുപോലെ തന്നെ സിവിൽ സർവീസ് സംവിധാനം ഇന്ത്യയിൽ അവതരിപ്പിച്ചതും ആര് തന്നെയാണ്? ഈ പറയുന്ന കോൺവാലിസ് പ്രഭുവിന്റെ കാലഘട്ടത്തിലാണ് എന്ന കാര്യം ഓർക്കുക. അതായത് ഇന്ത്യയിൽ ഏകീകൃത സിവിൽ സർവീസ് സ്ഥാപിച്ച ഗവർണർ ജനറൽ ആരെന്നൊക്കെ ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക കോൺവാലിസ് പ്രഭു ആണ് എന്ന കാര്യം ഓർക്കുക. ഒപ്പം ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് കോൺവാലിസ് പ്രഭുവിനെയാണ്. ഇന്ത്യയിൽ ഏകീകൃത സിവിൽ സർവീസ് സ്ഥാപിച്ച ഗവർണർ ജനറൽ, അതേപോലെ തന്നെ ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് ഈ പറയുന്ന കോൺവാലിസ് പ്രഭുവിനെയാണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കണം. ദീർഘകാലത്തേക്കുള്ള നികുതി അടയ്ക്കാനുള്ള സമ്പ്രദായമായ പെർമനന്റ് സെറ്റിൽമെന്റ് 1793 ബംഗാളിലും ബീഹാറിലും നടപ്പിലാക്കിയതും ആര് തന്നെയാണ്? ഈ പറയുന്ന കോൺവാലിസ് പ്രഭുവാണ്. അപ്പൊ ദീർഘകാലത്തേക്കുള്ള നികുതി അടയ്ക്കാനുള്ള ഒരു സമ്പ്രദായമാണ് പെർമനന്റ് സെറ്റിൽമെന്റ് എന്ന് പറയുന്നത്. 1793 ഇത് നടപ്പിലാക്കുന്നത്. ഇത് നടപ്പിലാക്കിയത് ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക ബംഗാളിലെ ഗവർണർ ജനറൽ ആയിരുന്ന കോൺവാലിസ് പ്രഭുവാണ് എന്ന കാര്യം ഓർക്കുക. ബംഗാളിലെ ഗവർണർ ജനറൽ ആയിരുന്ന കോൺവാലിസ് പ്രഭുവാണ് ഇത് നടപ്പിലാക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഭരണപരിഷ്കരണത്തിനായുള്ള കോൺവാലിസ് കോഡ് നടപ്പിലാക്കിയതും ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. ബനാറസിൽ ജൊനാഥൻ ഡങ്കൻ സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചതും ഈ പറയുന്ന കോൺവാലിസ് പ്രഭുവിന്റെ കാലഘട്ടത്തിലാണ്. ബനാറസിൽ ജൊനാഥൻ ഡങ്കൻ സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചതും ആരുടെ കാലഘട്ടത്താണെന്ന് ചോദിച്ച ഉത്തരമായിട്ട് വരിക കോൺവാലിസ് പ്രഭുവിന്റെ കാലഘട്ടത്താണ്. മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം 1790-92 കാലഘട്ടത്തിൽ നടക്കുമ്പോൾ കോൺവാലിസ് ആയിരുന്നു ഗവർണർ ജനറൽ പദവിയിലുണ്ടായിരുന്നത്. മൂന്നാം മൈസൂർ യുദ്ധം നടക്കുന്ന സമയത്ത് ആരായിരുന്നു ഗവർണർ ജനറൽ പദവിയിലുണ്ടായിരുന്നത് ബംഗാളിൽ എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക കോൺവാലിസ് പ്രഭു ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മൾ പരിചയപ്പെടുന്നത് ജോൺ ഷോറുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതിനു മുമ്പ് കോൺവാലിസ് പ്രഭുവുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. ഒന്ന്, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ രൂപപ്പെടുത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാരെന്നൊക്കെ ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക ജോൺ ഷോർ ആണ്. ജോൺ ഷോർ എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് എന്തെന്ന് പറയുന്നത് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ഇവിടെ നടപ്പിലാക്കുന്നതിൽ മുഖ്യമായിട്ടുള്ള ഒരു പങ്ക് വഹിച്ചിട്ടുള്ള ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ. അവിടെ തന്നെ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അല്ലെങ്കിൽ സെമിദാരി സമ്പ്രദായം ഏർപ്പെടുത്തി ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ പറയുക നമ്മുടെ കോൺവാലിസ് പ്രഭുവാണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ഏർപ്പെടുത്തി ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക കോൺവാലിസ് പ്രഭുവാണ്. ഈ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ രൂപപ്പെടുത്തുന്നതിന് മുഖ്യ പങ്ക് വഹിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ആരെന്ന് പറയുന്നത് ഈ പറയുന്ന ജോൺ ഷോർ എന്ന കാര്യം ഓർത്തിരിക്കണം. അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് പോലീസ് സംവിധാനം നടപ്പിലാക്കിയ ഭരണാധികാരി ആരെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരിക കോൺവാലിസ് പ്രഭുവാണ്. കോൺവാലിസ് പ്രഭുവിന്റെ കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പോലീസ് സംവിധാനം നടപ്പിലാക്കിയത് എന്ന കാര്യം ഓർത്തിരിക്കുക.
അതുപോലെ നേരത്തെ നമ്മൾ പറഞ്ഞ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ 1793. 1793 ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നിലവിൽ വന്നത്. നടപ്പിലാക്കിയത് കോൺവാലിസ് പ്രഭുവാണ്. അതേപോലെ തന്നെ ഇതിന് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് മുഖ്യ പങ്കുവഹിച്ച ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ജോൺ ഷോർ എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തായിട്ട് നമ്മളിപ്പോൾ പരിചയപ്പെടാൻ പോവുകയാണ് ജോൺ ഷോറുമായിട്ട് ബന്ധപ്പെട്ട് ഗവർണർ ജനറൽ പദവിയിൽ 1793 മുതൽ 98 വരെയുള്ള കാലഘട്ടം. നാട്ടുരാജ്യങ്ങളുടെ ആഭ്യന്തര നയപര കാര്യങ്ങളിൽ ഇടപെടാതിരിക്കൽ നയം സ്വീകരിച്ചത് ആരെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരിക ജോൺ ഷോറാണ്. പോളിസി ഓഫ് നോൺ ഇൻ്റർവെൻഷൻ എന്ന ഒരു നയം സ്വീകരിച്ചത് ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരുന്നത് ജോൺ ഷോറാണ്. നാട്ടുരാജ്യങ്ങളുടെ ആഭ്യന്തര നയപര കാര്യങ്ങളിൽ ഇടപെടാതിരിക്കൽ നയം അല്ലെങ്കിൽ പോളിസി ഓഫ് നോൺ ഇൻ്റർവെൻഷൻ എന്ന ഒരു നയം രൂപീകരിച്ച ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക ജോൺ ഷോറാണ്. കമ്പനിയെ നിയന്ത്രിക്കാനുള്ള 1793 ചാർട്ടർ ആക്ട് നിലവിൽ വന്നത് ഈ കാലഘട്ടത്തിലാണ് എന്ന കാര്യം ഓർക്കുക. 1793 ആദ്യത്തെ ചാർട്ടർ ആക്ട് നിലവിൽ വന്ന സമയത്ത് ഗവർണർ ജനറൽ ആര് എന്നൊരു കാര്യം പ്രത്യേകം എടുത്താൽ ഉത്തരമായിട്ട് വരിക ആരാണ്? ജോൺ ഷോർ ആണെന്ന കാര്യം ഓർത്തിരിക്കണം. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കാനുള്ള ഒന്നാണ് 1793 ചാർട്ടർ ആക്ട്. ഇതെന്താണ്? 1793 ആദ്യത്തെ ചാർട്ടർ ആക്ട് ആണ്. ഇത് നിലവിൽ വരുന്ന സമയത്ത് ഗവർണർ ജനറൽ ആര് ബംഗാൾ എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക ജോൺ ഷോർ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ രണ്ടാം റോഹില്ല യുദ്ധം 1794 നടക്കുമ്പോഴും ഗർദ യുദ്ധം 1795 നടക്കുമ്പോഴും ആരായിരുന്നു ഗവർണർ ജനറൽ പദവിയിൽ ഉണ്ടായിരുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരുന്നത് ഈ പറയുന്ന ജോൺ ഷോർ ആണ്. അപ്പോൾ ജോൺ ഷോറിൻ്റെ കാലഘട്ടത്തിലാണ് ഗർദ യുദ്ധം അതുപോലെ തന്നെ രണ്ടാം റോഹില്ല യുദ്ധം എന്നിവ നടക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി പരിചയപ്പെടുന്ന അടുത്ത ഗവർണർ ജനറലാണ് റിച്ചാർഡ് വെല്ലസ്ലി. റിച്ചാർഡ് വെല്ലസ്ലിയുടെ കാലഘട്ടം 1798 മുതൽ 1805 വരെയാണ്. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് റിച്ചാർഡ് വെല്ലസ്ലിയാണ്. സബ്സിഡറി അലയൻസ് എന്ന ആ ഒരു വ്യവസ്ഥ നടപ്പിലാക്കിയത് ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരുന്നത് റിച്ചാർഡ് വെല്ലസ്ലി ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നറിയപ്പെടുന്ന ആരാണ്? റിച്ചാർഡ് വെല്ലസ്ലി ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നറിയപ്പെടുന്നത് ആരാണ്? റിച്ചാർഡ് വെല്ലസ്ലി ആണ്. ബംഗാൾ കടുവ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഗവർണർ ജനറൽ ആരാണ്? ഉത്തരമായിട്ട് വരുന്നത് ആര് തന്നെയാണ്? റിച്ചാർഡ് വെല്ലസ്ലി ആണ്. 1800 കൽക്കട്ടയിൽ ഫോർട്ട് വില്യം കോളേജ് സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക റിച്ചാർഡ് വെല്ലസ്ലി പ്രഭുവാണ്. ഫോർട്ട് വില്യം കോളേജ് എവിടെ സ്ഥാപിച്ചു? കൽക്കട്ടയിൽ സ്ഥാപിച്ചു. എപ്പോൾ സ്ഥാപിച്ചു എന്ന് ചോദിച്ചാൽ 1800. അത് സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചാൽ റിച്ചാർഡ് വെല്ലസ്ലി ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക. 1803 കൽക്കട്ടയിൽ രാജ്ഭവൻ സ്ഥാപിച്ചതും ആര് തന്നെയാണ്? ഈ പറയുന്ന റിച്ചാർഡ് വെല്ലസ്ലി പ്രഭുവാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. 1803 കൽക്കട്ടയിൽ രാജ്ഭവൻ സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരുന്നത് ആരാണ്? ഈ പറയുന്ന റിച്ചാർഡ് വെല്ലസ്ലി പ്രഭു ആണ് എന്ന കാര്യം ഓർക്കുക. മേൽപ്പറഞ്ഞ സൈനിക സഹായ വ്യവസ്ഥ സബ്സിഡറി അലയൻസ് അത് നടപ്പിലാക്കിയ വർഷം ചോദിച്ച 1798. 1798 സൈനിക സഹായ വ്യവസ്ഥ അല്ലെങ്കിൽ സബ്സിഡറി അലയൻസ് നടപ്പിലാക്കിയത് ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരുന്നത് റിച്ചാർഡ് വെല്ലസ്ലി പ്രഭുവാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്ന് സ്വയം വിശേഷിപ്പിച്ചതും ബംഗാൾ കടുവ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്ന് അറിയപ്പെടുന്നതും അതേപോലെ തന്നെ ബംഗാൾ കടുവ എന്ന് സ്വയം വിശേഷിപ്പിച്ചതുമായിട്ടുള്ള ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക റിച്ചാർഡ് വെല്ലസ്ലി പ്രഭുവാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നാലാം ആംഗ്ലോ മൈസൂർ യുദ്ധം 1799 രണ്ടാം ആംഗ്ലോ മറാത്ത യുദ്ധം 1803 1805 കാലഘട്ടങ്ങളിൽ നടക്കുമ്പോൾ എന്നിവയുടെ ഫലമായിട്ട് ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലെ അധികാരപരിധി കൂടുതൽ വിസ്തൃതമായതും ഈ ഒരു കാലഘട്ടത്തിലാണ്. നമ്മൾ പറഞ്ഞു 1798 മുതൽ 1805 വരെയുള്ള കാലഘട്ടത്തിലാണ് റിച്ചാർഡ് വെല്ലസ്ലി ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന പദവിയിൽ അധികാരത്തിലിരിക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചു. നാലാം ആംഗ്ലോ മൈസൂർ യുദ്ധം 1799. അതേപോലെ ആംഗ്ലോ മറാത്ത യുദ്ധം രണ്ടാമത് നടക്കുമ്പോൾ 1803-5 കാലഘട്ടത്തിൽ ഇപ്പോഴൊക്കെ അധികാരത്തിലുണ്ടായിരുന്ന റിച്ചാർഡ് വെല്ലസ്ലിയാണ്. ഇന്ത്യയിൽ അധികാരപരിധി ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലെ അധികാരപരിധി കൂടുതൽ വിസ്തൃതമായിരുന്ന 2 യുദ്ധങ്ങളാണ് ഇവിടെ പഠിച്ചത്. അപ്പോൾ ഈ കാലയളവിലൊക്കെ ഈ പദവിയിലുണ്ടായിരുന്ന ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക റിച്ചാർഡ് വെല്ലസ്ലി ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അതേപോലെ തന്നെ 1802 ശിശുഹത്യ നിരോധിച്ച ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക റിച്ചാർഡ് വെല്ലസ്ലി പ്രഭുവാണ്. 1802 ശിശുഹത്യ നിരോധിച്ച ഗവർണർ ജനറൽ റിച്ചാർഡ് വെല്ലസ്ലി പ്രഭു ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക. മദ്രാസ് പ്രസിഡൻസി നിലവിൽ വരുമ്പോൾ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ പദവിയിൽ ഇരുന്നത് റിച്ചാർഡ് വെല്ലസ്ലി പ്രഭുവാണ്. മദ്രാസ് പ്രസിഡൻസി നിലവിൽ വരുമ്പോൾ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ പദവിയിൽ ഇരുന്ന ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരുന്നതും ആര് തന്നെയാണ്? ഈ പറയുന്ന റിച്ചാർഡ് വെല്ലസ്ലി പ്രഭു ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അടുത്ത ഗവർണർ ജനറലായിട്ട് വരുന്നത് ജോർജ് ബാർലോയാണ്.
ജോർജ് ബാർലോയുമായിട്ട് ബന്ധപ്പെട്ട് താൽക്കാലിക ചുമതലയായിരുന്നു അദ്ദേഹത്തിന് ഗവർണർ ജനറൽ പദവിയിലുണ്ടായിരുന്നത്. അപ്പോൾ 1805 മുതൽ 1807 വരെയുള്ള കാലഘട്ടത്തിലാണ് അദ്ദേഹം ഈ പദവിയിലിരുന്നത്. റിച്ചാർഡ് വെല്ലസ്ലിക്ക് ശേഷം വരുന്ന ഒരു താൽക്കാലിക ചുമതലയുണ്ടായിരുന്ന ഒരു ഗവർണർ ജനറലാണ് ജോർജ് ബെർലോ എന്ന കാര്യം ഓർക്കുക. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ആരംഭം കുറിച്ച വെല്ലൂർ ശിപ്പായിലകള നടക്കുന്നത് 1806 എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ വെല്ലൂരിലെ ശിപ്പായിലകള ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ആരംഭം കുറിക്കുന്നു. അത് നടക്കുന്നത് 1806. ഈ കാലയളവിൽ ഗവർണർ ജനറൽ പദവിയിലുണ്ടായിരുന്ന ആരെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരിക സർ ജോൺ ബാർലോ ആണ് എന്ന കാര്യം ഓർക്കുക. അതേപോലെ തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക കലാപം കൂടിയാണ് ഈ പറയുന്ന വെല്ലൂർ കലാപം എന്ന കാര്യം ഓർത്തിരിക്കണം. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക കലാപം എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക വെല്ലൂർ കലാപം. നടന്നത് 1806 എന്ന കാര്യം ഓർത്തിരിക്കുക. ഇതാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ആരംഭം കുറിച്ചത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കണം. അതേപോലെ തന്നെ ബാങ്ക് ഓഫ് കൽക്കട്ട സ്ഥാപിച്ചതും 1806. അതേപോലെ ഇത് പിന്നീട് എന്തായി മാറുന്നു? ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആയി മാറുന്നു. അത് പിന്നീട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായിട്ട് മാറുന്നു. അപ്പോൾ ബാങ്ക് ഓഫ് കൽക്കട്ട സ്ഥാപിച്ചത് ആരാണ്? ഉത്തരമായിട്ട് വരിക ജോൺ ബാർലോയാണ്. അതേപോലെ തന്നെ വർഷം 1806. ഈ ബാങ്ക് ഓഫ് കൽക്കട്ടയാണ് പിന്നീട് ഇമ്പീരിയൽ ബാങ്ക് ആയിട്ട് മാറുന്നത്. അതിനുശേഷം അത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് മാറുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ താൽക്കാലിക ചുമതലയിൽ ഉണ്ടായിരുന്ന ഒരു ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആണ് ആരെന്ന് പറയുന്നത്? ജോർജ് ബാർലോ എന്ന കാര്യം ഓർക്കുക. അവിടെ പ്രധാനമായിട്ട് പറയേണ്ടത് വെല്ലൂർ കലാപം 1806 നടക്കുമ്പോൾ ഗവർണർ ജനറൽ പദവിയിലുണ്ടായിരുന്നത് ഈ പറയുന്ന ജോർജ് ബാർലോയാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക കലാപം ചോദിച്ചാൽ വെല്ലൂർ കലാപമാണ്. അതേപോലെ തന്നെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ആരംഭം കുറിച്ചതും കൂടിയാണ് ഈ പറയുന്ന വെല്ലൂർ ശിപ്പായി ലഹള എന്ന കാര്യം ഓർത്തിരിക്കുക. നടന്ന വർഷം 1806 ആണെന്ന കാര്യം ഓർക്കുക. അതുപോലെ തന്നെ ബാങ്ക് ഓഫ് കൽക്കട്ട സ്ഥാപിച്ചത് 1806. പിന്നീട് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് മാറുന്നു. അതിനുശേഷം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായിട്ട് മാറുന്നു എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി അടുത്ത ഗവർണർ ജനറലിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുന്നത് മിന്റോ ഒന്നാമനാണ്. മിന്റോ ഒന്നാമൻ അധികാരപരിധിയിൽ ഗവർണർ ജനറൽ ഓഫ് ബംഗാളിൻ്റെ അധികാരപരിധിയിലുണ്ടായിരുന്നത് 1807 മുതൽ 1813 വരെയാണ്. ഇവിടെ 1805 എന്നാണ് എഴുതിയത്. യഥാർത്ഥത്തിൽ 1807 മുതൽ 1813 വരെയാണ് എന്ന കാര്യം ഓർത്തിരിക്കണം. 1805 മുതൽ 7 വരെ നമ്മൾ പഠിച്ച സർ ജോൺ ബാർലോയാണ്. 1807 മുതൽ 13 വരെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ പദവിയിലുണ്ടായിരുന്നത് മിന്റോ ഒന്നാമനാണെന്ന കാര്യം ഓർത്തിരിക്കുക. അവിടെ അറിഞ്ഞിരിക്കേണ്ടതാണ് 1809 മഹാരാജ രഞ്ജിത് സിംഗുമായി അമൃത്സർ ഉടമ്പടിയിൽ ഒപ്പുവെച്ചതാരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക ഈ പറയുന്ന മിന്റോ ഒന്നാമനാണെന്ന കാര്യം ഓർത്തിരിക്കുക. മഹാരാജ രഞ്ജിത് സിംഗുമായിട്ട് അമൃത്സറിൽ 1809 ഒപ്പുവെച്ച ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആരെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരിക മിന്റോ ഒന്നാമനാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വ്യാപാര കുത്തക അവസാനിപ്പിക്കുന്ന ചാർട്ടർ ആക്ട് 1813 നിലവിൽ വന്നതും ആരുടെ കാലഘട്ടത്താണ്? ഈ പറയുന്ന മിന്റോ ഒന്നാമൻ്റെ കാലഘട്ടത്തിലാണ്. അപ്പോൾ മിന്റോ ഒന്നാമൻ ഈ പറയുന്ന ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ പദവിയിലിരുന്ന കാലഘട്ടം 1807 മുതൽ 1813 വരെ. ആ കാലഘട്ടത്തിലാണ് പ്രസിദ്ധമായിട്ടുള്ള മഹാരാജ രഞ്ജിത് സിംഗുമായിട്ട് അമൃത്സർ ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്ന വർഷം 1809. അതേപോലെ തന്നെ 1813 ചാർട്ടർ ആക്ട് പാസ്സാക്കുമ്പോൾ ഗവർണർ ജനറൽ ആരായിരുന്നു? മിന്റോ ഒന്നാമനായിരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വ്യാപാര കുത്തക അവസാനിപ്പിക്കുക എന്നതായിരുന്നു ഈ ഒരു ചാർട്ടർ ആക്ടിൻ്റെ ലക്ഷ്യം എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അതിനുശേഷം വരുന്നതാണ് മാർക്കസ് ഹേസ്റ്റിങ്സ് എന്ന് പറയുന്ന ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ. 1813 മുതൽ 1823 വരെയാണ് ഹേസ്റ്റിങ്സ് പ്രഭു ഈ ഒരു അധികാരത്തിലേക്ക് വരുന്നത്. ഇവിടെ നോൺ ഇൻ്റർവെൻഷൻ പോളിസി റദ്ദാക്കിയതാരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരുന്നത് മാർക്കസ് ഹേസ്റ്റിങ്സ് പ്രഭുവാണ്. ആരുടെ കാലഘട്ടത്തിലാണ് നോൺ ഇൻ്റർവെൻഷൻ പോളിസി റദ്ദാക്കിയത് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരുന്നത് ഈ പറയുന്ന മാർക്കസ് ഹേസ്റ്റിങ്സിൻ്റെ കാലഘട്ടത്തിലാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി 1811 കൽക്കട്ടയിൽ ഹിന്ദു കോളേജ് സ്ഥാപിതമായപ്പോൾ അവിടെ ഗവർണർ ജനറൽ ഓഫ് പദവിയിലുണ്ടായിരുന്നതും ഈ പറയുന്ന ഹേസ്റ്റിങ്സ് പ്രഭുവാണ്. 1817 കൽക്കട്ടയിലെ ഹിന്ദു കോളേജ് സ്ഥാപിതമാകുന്നത്. ആ സമയത്ത് അവിടെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ പദവിയിൽ ഉണ്ടായിരുന്നത് ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക മാർക്കസ് ഹേസ്റ്റിങ്സ് ആണ് എന്ന കാര്യം ഓർത്തിരിക്കണം. ഇനി 1818 ബോംബെ പ്രസിഡൻസിയുടെ രൂപീകരണ സമയത്ത് ആര് തന്നെയായിരുന്നു ഗവർണർ ജനറൽ പദവിയിൽ ഉണ്ടായിരുന്നത്? ഈ പറയുന്ന മാർക്കസ് ഹേസ്റ്റിങ്സ് പ്രഭു ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക.
മറ്റൊന്ന് പുതിയ ഭൂനികുതി പരിഷ്കാരങ്ങൾ. അതിൽ തന്നെ മദ്രാസിൽ ബ്രയോത്വാരി എന്ന് പറയുന്ന സമ്പ്രദായം, വടക്കേ ഇന്ത്യയിൽ മഹൽവാരി എന്ന് പറയുന്ന സമ്പ്രദായമൊക്കെ കൊണ്ടുവരുന്നത് ഈ പറയുന്ന ഹേസ്റ്റിങ്സ് പ്രഭുവിന്റെ കാലഘട്ടത്തിലാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. മദ്രാസിൽ ബ്രയോത്വാരി എന്ന സമ്പ്രദായം നടപ്പിലാക്കിയത് ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക ഈ പറയുന്ന മാർക്കസ് ഹേസ്റ്റിങ്സിന്റെ കാലഘട്ടത്തിലാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇവിടെ പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. മദ്രാസിൽ ബ്രയോത്വാരി സമ്പ്രദായം നടപ്പിലാക്കിയ ഗവർണർ എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരുന്നത് തോമസ് മൺറോയാണ്. 1820 പക്ഷെ ഇവിടെ പുതിയ ഭൂനികുതി പരിഷ്കാരങ്ങൾ ഈ പറയുന്ന മദ്രാസ് റേത്വാരി സമ്പ്രദായം ഒക്കെ നടപ്പിലാക്കിയിരിക്കുന്ന ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക മാർക്കസ് ഹേസ്റ്റിങ്സ് ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ വടക്കേ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത് മഹൽവാരി എന്ന് പറയുന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അതായത് വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യകളിൽ മഹൽവാരി സമ്പ്രദായം ഏർപ്പെടുത്തിയ ഗവർണർ ജനറൽ ആരെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരുന്നത് ഈ പറയുന്ന മാർക്കസ് ഹേസ്റ്റിങ്സ് ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അതായത് ഹേസ്റ്റിങ്സ് പ്രഭുവിന്റെ കാലഘട്ടത്തിലാണ് ഈ പറയുന്ന വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യകളിലൊക്കെ മഹൽവാരി സമ്പ്രദായം നടപ്പിലാക്കിയത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി പിണ്ടാരികളെ അമർച്ച ചെയ്തതും ആര് തന്നെയാണ്? ഈ പറയുന്ന ഹേസ്റ്റിങ്സ് പ്രഭുവാണ്. ഹേസ്റ്റിങ്സ് പ്രഭുവിന്റെ കാലഘട്ടത്തിലാണ് പിണ്ടാരി യുദ്ധമൊക്കെ നടക്കുന്നത്. അതായത് 1817 മുതൽ 18 വരെയുള്ള കാലഘട്ടത്തിൽ. അപ്പോൾ ഇതിലൂടെ പിണ്ടാരികളെ അമർച്ച ചെയ്തതും ആര് തന്നെയാണ്? ഈ പറയുന്ന ഹേസ്റ്റിങ്സ് പ്രഭു തന്നെയാണെന്ന കാര്യം ഓർക്കണം. മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധം 1816-18 കാലഘട്ടങ്ങളിൽ നടക്കുമ്പോഴും അവിടെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ പദവിയിൽ ഉണ്ടായിരുന്ന ആര് തന്നെയാണ്? ഈ പറയുന്ന ഹേസ്റ്റിങ്സ് പ്രഭു ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി മറ്റൊന്നാണ് പ്രസ്സുകളുടെ മേലുള്ള സെൻസർഷിപ്പ് നിർത്തലാക്കി ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരുന്നതും ഹേസ്റ്റിങ്സ് പ്രഭുവാണ്. പ്രസ്സുകളുടെ മേലുള്ള സെൻസർഷിപ്പ് നിർത്തലാക്കി ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരുന്നത് ഹേസ്റ്റിങ്സ് പ്രഭു ആണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ബോംബെ പ്രവിശ്യ സ്ഥാപിച്ച ഗവർണർ ജനറൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ബോംബെ പ്രവിശ്യ സ്ഥാപിക്കപ്പെടുന്ന സമയത്ത് ഗവർണർ ജനറൽ പദവിയിൽ ഉണ്ടായിരുന്നത് ഹേസ്റ്റിങ്സ് പ്രഭു ആണ് എന്ന കാര്യം ഓർത്തിരിക്കണം. ഇനി മറ്റൊന്ന് വില്ലേജ് കമ്മ്യൂണിറ്റി സിസ്റ്റത്തിന്, അതായത് മഹൽവാരി സിസ്റ്റം നമ്മൾ നേരെ പഠിച്ചതാണ്. പ്രാധാന്യം നൽകിയ ഗവർണർ ജനറൽ ആരെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലോർഡ് ഹേസ്റ്റിങ്സ് പ്രഭുവാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഈ മഹൽവാരി സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യകളിലാണ് ഇത് നടപ്പിലാക്കിയിരുന്നത്. അവിടെ ഇതിന് നേതൃത്വം നൽകി ആ കാലഘട്ടത്തിൽ ഇവിടെ ബംഗാൾ ഗവർണർ ജനറൽ പദവിയിൽ ഉണ്ടായിരുന്ന ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക ലോർഡ് ഹേസ്റ്റിങ്സ് ആണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ഹംഹേസ്റ്റ് പ്രഭു അല്ലെങ്കിൽ ആംജിസ്റ്റ് പ്രഭു എന്നും കാണാറുണ്ട്. ഹംഹേസ്റ്റ് പ്രഭു 1823 മുതൽ 1828 വരെയാണ്. ഒന്നാം ആംഗ്ലോ ബർമീസ് യുദ്ധം 1724-26 കാലഘട്ടങ്ങളിൽ ആസാം, മണിപ്പൂർ, അറക്കൻ തുടങ്ങിയ മേഖലകൾ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു ഇതിലൂടെ എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഒന്നാം ആംഗ്ലോ ബർമീസ് യുദ്ധ സമയത്ത് ഗവർണർ ജനറൽ പദവിയിൽ ഉണ്ടായിരുന്ന ആരെന്ന് വെച്ചാൽ ഈ പറയുന്ന ഹംഹേസ്റ്റ് പ്രഭുവാണ് എന്ന കാര്യം ഓർത്തിരിക്കണം. അതേപോലെ തന്നെ ഇതിലൂടെ ആസാം, മണിപ്പൂർ, അരക്കൻ തുടങ്ങിയ മേഖലകൾ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുന്നു എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി പരിചയപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ഗവർണർ ജനറൽ ഓഫ് ബംഗാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇനി 1833 സെന്റ് ഹെലേന ആക്ട് അഥവാ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1833 പ്രകാരം ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന സ്ഥാനം വരികയാണ്. അപ്പോൾ ക്രിസ്ത്യൻ മിഷണറികൾക്ക് ബ്രിട്ടീഷ് ഇന്ത്യയിൽ മതപ്രചാരത്തിനുള്ള ഒരു അവകാശം നൽകിയത് ഈ ഒരു നിയമപ്രകാരമായിരുന്നു എന്ന കാര്യം ഓർക്കണം. ഒപ്പം വില്യം ബെന്റനിക്കാണ് ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ പദവിയിൽ എത്തിയത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇപ്പോൾ നമ്മൾ ആദ്യം പഠിച്ച ആരാണ്? ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് പറയുന്ന ആ ഒരു പദവിയിലേക്ക് എത്തിയത് ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക വാറൻ ഹേസ്റ്റിങ്സ് ആണ്. വാറൻ ഹേസ്റ്റിങ്സ് ആണ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന പദവിയിൽ എത്തിയിരിക്കുന്നത്. ഇവിടെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരുന്നത് വില്യം ബെന്റനിക് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ 1833 ചാർട്ടർ ആക്ട് പ്രകാരം ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക വില്യം ബെന്റനിക് പ്രഭു ആണ് എന്ന കാര്യം ഓർക്കുക. 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ബംഗാളിലെ നിയമിതനായിട്ടുള്ള ആദ്യത്തെ ഗവർണർ ജനറൽ ചോദിച്ചാൽ വാറൻ ഹേസ്റ്റിങ്സ് ആണ്. അപ്പോൾ 1773 റെഗുലേറ്റിംഗ് ആക്ട്, 1833 ചാർട്ടർ ആക്ട് പരസ്പരം മാറിപ്പോരുത്. അപ്പോൾ നമ്മൾ ഇനി അടുത്തതായിട്ട് പരിചയപ്പെടുന്നത് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയിലെ ആദ്യത്തെ വ്യക്തി വില്യം ബെന്റനിക് പ്രഭു. കാലം 1828 മുതൽ 1835 വരെ. 1829 ബംഗാളിലെ സതി നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കിയത് ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക വില്യം ബെന്റനിക് പ്രഭുവാണ്. വില്യം ബെന്റനിക് പ്രഭു ആണ് എന്ത് നിരോധിക്കുന്നത്? സതി നിരോധിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക.
അപ്പോൾ സതി നിർത്തലാക്കിയിട്ടുള്ള ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക വില്യം ബെന്റനിക് പ്രഭുവാണ്. വർഷം എപ്പോഴും PSC പരീക്ഷയിൽ ചോദിക്കാറുള്ളതാണ്. ഉത്തരമായിട്ട് വരുന്നത് 1829 എന്ന കാര്യം ഓർത്തിരിക്കുക. സതി നിർത്തലാക്കിയിട്ടുള്ള ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക വില്യം ബെന്റനിക് പ്രഭു ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത് സെൻട്രൽ ഇന്ത്യയിലും അതുപോലെ തന്നെ പഞ്ചാബിലും പടിഞ്ഞാറൻ UPയിലും മഹൽവാരി സമ്പ്രദായം നടപ്പിലാക്കിയതാരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരുന്നത് ആരാണ്? വില്യം ബെന്റനിക് പ്രഭുവാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. സെൻട്രൽ ഇന്ത്യയിലും അതുപോലെ തന്നെ പഞ്ചാബിലും അതുപോലെ തന്നെ പടിഞ്ഞാറൻ UPയിലും ഒക്കെ മഹൽവാരി സമ്പ്രദായം നടപ്പിലാക്കിയതാരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരുന്നത് ഈ പറയുന്ന വില്യം ബെന്റനിക്കിന്റെ കാലഘട്ടത്തിലാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യകളിൽ മഹൽവാരി സമ്പ്രദായം ഏർപ്പെടുത്തിയ ഗവർണർ ജനറലാണ് ചോദിക്കുന്നതെങ്കിൽ ഉത്തരമായിട്ട് വരുന്ന നേരത്തെ പഠിച്ച ഹേസ്റ്റിങ്സ് പ്രഭുവാണ്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് സെൻട്രൽ ഇന്ത്യയിലും അതുപോലെ തന്നെ പഞ്ചാബിലും പടിഞ്ഞാറൻ UPയിലും ഒക്കെയായിട്ട് മഹൽവാരി സമ്പ്രദായം നടപ്പിലാക്കിയത് വില്യം ബെന്റനിക് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി 1835 ഇംഗ്ലീഷ് വിദ്യാഭ്യാസ നിയമം അവതരിപ്പിച്ചതും ആര് തന്നെയാണ്? വില്യം ബെന്റനിക് തന്നെയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. 1835 ഇംഗ്ലീഷ് വിദ്യാഭ്യാസ നിയമം അവതരിപ്പിച്ച ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക വില്യം ബെന്റനിക് പ്രഭുവാണ്. ആധുനിക പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അതുകൊണ്ട് ആരാണ്? വില്യം ബെന്റനിക് പ്രഭുവാണ്. ആധുനിക പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് 1835 ഇംഗ്ലീഷ് വിദ്യാഭ്യാസ നിയമം അവതരിപ്പിച്ചത് വില്യം ബെന്റനിക് പ്രഭുവിന്റെ കാലഘട്ടത്തിലാണെന്ന കാര്യം ഓർത്തിരിക്കണം. ഇനി 1831 ഛോട്ടാ നാഗ്പൂരിൽ കോൾ കലാപം നടക്കുമ്പോൾ അന്ന് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ പദവിയിൽ ഉണ്ടായിരുന്ന ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരുന്നത് വില്യം ബെന്റനിക് പ്രഭുവാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. 1831 എന്ത് സംഭവിക്കുകയാണ്? ഈ പറയുന്ന കോൾ കലാപം നടക്കുകയാണ്. എവിടെയാണ്? ഛോട്ടാ നാഗ്പൂരിൽ. ആ സമയത്ത് ഗവർണർ ജനറൽ പദവിയിൽ ഉണ്ടായിരുന്നത് ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരുന്നത് ഈ പറയുന്ന വില്യം ബെന്റനിക് പ്രഭുവാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തതായിട്ട് ചാൾസ് മെറ്റ്കാഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വില്യം ബെന്റനിക് പ്രഭുവിന് ശേഷം ഈ പറയുന്ന ഗവർണർ ജനറൽ പദവിയിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ചാൾസ് മെറ്റ്കാഫ്. അതിനു മുമ്പായിട്ട് വില്യം ബെന്റനിക് പ്രഭുവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ കൂടി പറയാം. ഉദാരമനസ്കനായ ഗവർണർ ജനറൽ എന്നറിയപ്പെടുന്ന ആരെന്ന് ചോദിച്ചാൽ വില്യം ബെന്റനിക് പ്രഭുവാണ്. അതും കൂടെ ഓർത്തിരിക്കണം. ഉദാരമനസ്കനായ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ വില്യം ബെന്റനിക് പ്രഭുവാണ്. ആധുനിക പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന്റെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ വില്യം ബെന്റനിക് പ്രഭുവാണ്. അതേപോലെ തന്നെ അറിഞ്ഞിരിക്കേണ്ടത് ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ച ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക വില്യം ബെന്റനിക് പ്രഭുവാണ്. അതുപോലെ തന്നെ തക്കുകളെ അമർച്ച ചെയ്ത ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക വില്യം ബെന്റനിക് പ്രഭുവാണ്. പ്രധാന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ആധുനിക പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന്റെ പിതാവ്, ഉദാരമനസ്കനായ ഗവർണർ ജനറൽ, ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ച ഗവർണർ ജനറൽ, തക്കുകളെ അമർച്ച ചെയ്ത ഗവർണർ ജനറൽ. എല്ലാ ചോദ്യത്തിന്റെയും ഉത്തരം എന്ത് തന്നെയാണ്? ഈ പറയുന്ന വില്യം ബെന്റനിക് പ്രഭു തന്നെയാണ് വരിക. സതി നിർത്തലാക്കി എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പെൺ ശിശുഹത്യ നിരോധിച്ച ഗവർണർ ജനറൽ. ഉത്തരമായിട്ട് വരുന്നത് വില്യം ബെന്റനിക് പ്രഭുവാണ്. പെൺ ശിശുഹത്യ നിരോധിച്ച ഗവർണർ ജനറൽ ഏതെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരുന്നത് വില്യം ബെന്റനിക് പ്രഭുവാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റും കൂടെ ഓർത്തു വെക്കണം. ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് സ്ഥാപിതമായത് 1835 കൊൽക്കട്ടയിലാണ്. വില്യം ബെന്റനിക്കിന്റെ കാലഘട്ടത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് വരുന്നത് ഈ പറയുന്ന വില്യം ബെന്റനിക്കിന്റെ കാലഘട്ടത്തിലാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഈ വില്യം ബെന്റനിക്കിന്റെ കാലഘട്ടത്തിൽ തന്നെയാണ് ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ നാഴികക്കല്ല് എന്നറിയപ്പെടുന്ന മെക്കാലെ മിനിറ്റ്സ്. ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ നാഴികക്കല്ല് എന്നറിയപ്പെടുന്ന മെക്കാലെ മിനിറ്റ്സ് 1735 തയ്യാറാക്കുമ്പോൾ ഗവർണർ ജനറൽ പദവിയിൽ വരുന്നത് വില്യം ബെന്റനിക് ആണ് എന്ന കാര്യം ഓർത്തിരിക്കണം. അപ്പോൾ 1835 മെക്കാലെ മിനിറ്റ്സ് തയ്യാറാക്കുന്നത്. അതിനെയാണ് ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ നാഴികക്കല്ല് എന്നറിയപ്പെടുന്നത്. അത് തയ്യാറാക്കുമ്പോൾ ഗവർണർ ജനറൽ പദവിയിൽ ഉണ്ടായിരുന്നത് വില്യം ബെന്റനിക് പ്രഭു ആണെന്ന കാര്യം കൂടി അഡീഷണൽ ആയിട്ടൊന്ന് ഓർത്തു വെച്ചേക്കുക. ഇനി പരിചയപ്പെടുത്തുന്നത് ചാൾസ് മെറ്റ്കാഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. 1835-36 കാലഘട്ടത്തിലാണ് ഇദ്ദേഹം അധികാരത്തിൽ വരുന്നത്. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ വിമോചകൻ എന്നറിയപ്പെടുന്നത് ഈ പറയുന്ന ചാൾസ് മെറ്റ്കാഫ് ആണ്. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ വിമോചകൻ എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക ചാൾസ് മെറ്റ്കാഫ് ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക. 1836 കൽക്കട്ടയിൽ പബ്ലിക് ലൈബ്രറി സ്ഥാപിച്ചതും ആരെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരുന്നത് ഈ പറയുന്ന ചാൾസ് മെറ്റ്കാഫ് ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക. നിലവിൽ ഇത് നാഷണൽ ലൈബ്രറി ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ 1836 കൽക്കട്ടയെ പബ്ലിക് ലൈബ്രറി സ്ഥാപിച്ചത് ഏത് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയുടെ കാലത്താണെന്ന് ചോദിച്ചാൽ ചാൾസ് മെറ്റ്കാഫിന്റെ കാലഘട്ടത്തിലാണ്.
പത്രമാധ്യമങ്ങൾക്ക് മേലുള്ള നിയന്ത്രണങ്ങൾ നിർത്തലാക്കിയ ഗവർണർ ജനറൽ കൂടിയാണ് ആര്? ചാൾസ് മെറ്റ്കാഫ് എന്ന കാര്യം ഓർത്തിരിക്കുക. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ വിമോചകൻ എന്നും കൂടി ആരറിയപ്പെടുന്നു? ഈ പറയുന്ന ചാൾസ് മെറ്റ്കാഫ് അറിയപ്പെടുന്നു. ലിബറേറ്റർ ഓഫ് ഇന്ത്യൻ പ്രസ് എന്നറിയപ്പെടുന്ന ആരാണ്? ചാൾസ് മെറ്റ്കാഫ് ആണെന്ന കാര്യം ഓർക്കുക. ഒപ്പം പഠിച്ചു 1836 കൽക്കട്ടയെ പബ്ലിക് ലൈബ്രറി സ്ഥാപിച്ചത് ആരാണ്? ചാൾസ് മെറ്റ്കാഫിന്റെ കാലഘട്ടത്തിലാണ്. നിലവിൽ ഇത് നാഷണൽ ലൈബ്രറി ഓഫ് ഇന്ത്യ എന്നും അറിയപ്പെടുന്നു. അതിനുശേഷം അധികാരത്തിൽ വന്നതാണ് ഓക്ലൻഡ് പ്രഭു എന്ന് പറയുന്നത്. ഓക്ലൻഡ് പ്രഭു 1836-42 കാലഘട്ടത്തിലാണ് അധികാരത്തിൽ വന്നത്. ബാങ്ക് ഓഫ് ബോംബെ സ്ഥാപിച്ചത് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. ഇത് പിന്നീട് ഇമ്പീരിയൽ ബാങ്ക് ഓഫുമായിട്ട് എന്ത് ചെയ്യുകയാണ്? ലയിക്കുകയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ബാങ്ക് ഓഫ് ബോംബെ പിന്നീട് എന്തായിട്ട് ലയിക്കുകയാണ്? ഇമ്പീരിയൽ ബാങ്കുമായിട്ട് ലയിക്കുകയാണ്. 1839 ദേവേന്ദ്രനാഥ് ടാഗോറിന്റെ നേതൃത്വത്തിൽ തത്വബോധിനി സഭ രൂപവൽക്കരിക്കുന്ന സമയത്ത് ഗവർണർ ജനറൽ പദവിയിലുണ്ടായിരുന്ന ഓക്ലൻഡ് പ്രഭുവാണ്. തത്വബോധിനി സഭ രൂപീകരിച്ചത് ദേവേന്ദ്രനാഥ് ടാഗോർ. വർഷം 1839. ഈ കാലയളവിൽ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പദവിയിലുണ്ടായിരുന്നത് ഓക്ലൻഡ് പ്രഭുവാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഒന്നാം ആംഗ്ലോ അഫ്ഗാൻ യുദ്ധം 1840-42 കാലഘട്ടത്തിൽ നടക്കുമ്പോൾ ഗവർണർ ജനറൽ പദവിയിലുണ്ടായിരുന്നതും ഓക്ലൻഡ് പ്രഭുവാണ്. അപ്പോൾ ഓക്ലൻഡ് പ്രഭു ഒന്നാം ആംഗ്ലോ അഫ്ഗാൻ യുദ്ധം 1840-42 കാലഘട്ടത്തിൽ നടക്കുമ്പോൾ ആ പദവിയിലുണ്ടായിരുന്ന വ്യക്തിയാണ്. 1839 ദേവേന്ദ്രനാഥ് ടാഗോറിന്റെ നേതൃത്വത്തിൽ തത്വബോധിനി സഭ രൂപവൽക്കരിക്കുമ്പോൾ ഈ പറയുന്ന ഗവർണർ ജനറൽ പദവിയിലുണ്ടായിരുന്ന ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക ഓക്ലൻഡ് പ്രഭുവാണ്. ബാങ്ക് ഓഫ് ബോംബെ സ്ഥാപിച്ചതും ആര് തന്നെയാണ്? ഈ പറയുന്ന ഓക്ലൻഡ് പ്രഭുവിന്റെ കാലഘട്ടത്തിലാണ്. ഇത് പിന്നീട് ഏതുമായിട്ട് ലയിക്കുകയാണ്? ഇമ്പീരിയൽ ബാങ്കുമായിട്ട് ലയിക്കുകയാണ്. അതാണ് പിന്നീട് എന്തായിട്ട് വരുന്നത്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് വരുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി നമ്മൾ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയിൽ അടുത്തതായിട്ട് പരിചയപ്പെടുന്ന എലംബറോ പ്രഭുവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. 1842-44 വരെയുള്ള കാലഘട്ടത്തിലാണ് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ഓഫ് പദവിയിൽ ആര് വരുന്നത്? എലംബറോ പ്രഭു വരുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇന്ത്യയിൽ അടിമത്തം നിർത്തലാക്കി ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക എലംബറോ പ്രഭുവാണ്. ഇന്ത്യയിൽ അടിമത്തം നിർത്തലാക്കിയ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക എലംബറോ പ്രഭുവാണ്. ഇന്ത്യൻ അടിമത്ത നിയമം പാസാക്കിയ വർഷം അറിഞ്ഞിരിക്കണം 1843. ഇന്ത്യൻ അടിമത്ത നിയമം പാസാക്കിയ വർഷം 1843. ഇന്ത്യയിൽ അടിമത്തം നിർത്തലാക്കിയ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ എലംബറോ പ്രഭുവാണ്. സിന്ധ് മേഖല ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത ഗവർണർ ജനറൽ ഉത്തരമായിട്ട് വരുന്നതും എലൻബറോ പ്രഭു ആണെന്ന കാര്യം ഓർത്തിരിക്കുക. സിന്ധു മേഖല ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ എലൻബറോ പ്രഭുവാണ്. ഇന്ത്യയിൽ അടിമത്തം നിർത്തലാക്കിയതും എലൻബറോ പ്രഭുവാണ്. ഇന്ത്യൻ അടിമത്ത നിയമം പാസാക്കിയ വർഷം 1843. ആരുടെ കാലഘട്ടത്തിൽ എന്ന് ചോദിച്ചാൽ എലൻബറോ പ്രഭു. ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് എന്താണ്? ഹാർഡിഞ്ച് ഒന്നാമനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അടുത്ത ഗവർണർ ജനറൽ ഓഫ് പദവിയിലേക്ക് വരുന്നത് ഹെൻറി ഹാർഡിഞ്ച് ആണ്. ഹാർഡിഞ്ച് ഒന്നാമനാണ് 1844-48 കാലഘട്ടത്തിൽ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ പദവിയിൽ ഉണ്ടായിരുന്നത്. അവിടെ തന്നെ 1847 റൂർക്കി എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥാപിക്കുന്നത് ആരുടെ കാലഘട്ടത്തിലാണ്? ഹാർഡിഞ്ച് ഒന്നാമൻ്റെ കാലഘട്ടത്തിലാണ്. അതേപോലെ തന്നെ ഒന്നാം ആംഗ്ലോ സിഖ് യുദ്ധം നടക്കുന്നത് 1845-46 കാലഘട്ടത്തിൽ ഈ പറയുന്ന ഹാർഡിഞ്ച് ഒന്നാമൻ്റെ കാലഘട്ടത്തിലാണ്. ഒന്നാം ആംഗ്ലോ സിഖ് യുദ്ധ കാലഘട്ടത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ പദവിയിൽ ഉണ്ടായിരുന്ന ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക ഹാർഡിഞ്ച് ഒന്നാമനാണ് എന്ന കാര്യം ഓർക്കുക. അതോടൊപ്പം അറിഞ്ഞിരിക്കുക സ്വാതന്ത്ര്യ വ്യാപാരം പ്രോത്സാഹിപ്പിച്ച ഗവർണർ ജനറൽ കൂടിയാണ് ഹാർഡിഞ്ച് ഒന്നാമൻ. സ്വാതന്ത്ര്യ വ്യാപാരം പ്രോത്സാഹിപ്പിച്ച ഗവർണർ ജനറൽ ആരെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരിക ഹാർഡിഞ്ച് ഒന്നാമനാണ്. ഒന്നാം ആംഗ്ലോ സിഖ് യുദ്ധകാലത്തെ ഗവർണർ ജനറൽ ആരെന്ന് വെച്ചാൽ ഹാർഡിഞ്ച് ഒന്നാമനാണ്. 1847 റൂർക്കി എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥാപിക്കുന്ന സമയത്ത് ഗവർണർ ജനറൽ പദവിയിൽ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരുന്നതും ഹാർഡിഞ്ച് ഒന്നാമനാണ്. അതേപോലെ തന്നെ ഗോൺസ് വർഗ്ഗക്കാരുടെ ഇടയിൽ നിലനിന്നിരുന്ന നരബലി അമർച്ച ചെയ്ത അധികാരി ആരെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരിക ഹാർഡിഞ്ച് ഒന്നാമനാണ്. ഗോൺസ് വർഗ്ഗക്കാരുടെ ഇടയിൽ നിലനിന്നിരുന്ന നരബലി അത് അമർച്ച ചെയ്ത ആരെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരുന്നതും ഹാർഡിഞ്ച് ഒന്നാമനാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്ത ഗവർണർ ജനറലിലേക്ക് വരുന്നു ഡൽഹൌസി പ്രഭു. 1848-56 കാലഘട്ടത്തിലാണ് ഡൽഹൌസി പ്രഭു ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ പദവിയിൽ ഉണ്ടായിരുന്നത്. 1848 ദത്തവകാശ നിരോധന നിയമം നടപ്പാക്കിയത് ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരുന്നത് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ പദവിയിലിരുന്ന ഡൽഹൌസി പ്രഭുവാണ്. ഇതോടെ വൻതോതിൽ നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ 1848 ദത്തവകാശ നിരോധന നിയമം നടപ്പാക്കി ആരുടെ കാലഘട്ടത്തിലെന്ന് ചോദിച്ചാൽ ഡൽഹൌസി പ്രഭുവിൻ്റെ കാലഘട്ടത്തിൽ. അതോടെ വൻതോതിൽ നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. 1851 ആദ്യ ടെലിഗ്രാഫ് ലൈൻ ഡയമണ്ട് ഹാർബറിൽ നിന്ന് കൽക്കട്ടയിലേക്ക് ഇത് ആരംഭിച്ചതും ആരുടെ കാലഘട്ടത്തിലാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരുന്നത് ഈ പറയുന്ന ഡൽഹൌസിയുടെ
കാലഘട്ടത്തിലാണ്. അപ്പോൾ 1851 ഇന്ത്യയിലെ ആദ്യത്തെ ടെലിഗ്രാഫ് ലൈൻ വരുന്നത് ഡയമണ്ട് ഹാർബറിൽ നിന്ന് കൽക്കട്ടയിലേക്കാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. 1853 ബോംബെയിൽ നിന്ന് താനെയിലേക്ക് ഇന്ത്യയിലെ ആദ്യത്തെ പാസഞ്ചർ ട്രെയിൻ തുടക്കം കുറിക്കുന്ന ആരുടെ കാലഘട്ടത്തിലാണ് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക ഈ പറയുന്ന ഡൽഹൌസി പ്രഭുവിൻ്റെ കാലഘട്ടത്തിലാണ്. 1853 ഏപ്രിൽ 16 ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ചത് ആ ഒരു തീയതിയിലാണ് എന്ന കാര്യം ഓർക്കുക. ആരുടെ കാലഘട്ടത്തിലാണെന്ന് ചോദിച്ചാൽ ഡൽഹൌസി പ്രഭു. അപ്പോൾ 1853 ഏപ്രിൽ 16 ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ ട്രെയിൻ സർവീസ് പഠിച്ചു മുംബൈ മുതൽ താനെ വരെയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. മുംബൈ മുതൽ താനെ വരെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സർവീസ്. മുമ്പ് ഇത് ബോംബെ എന്നറിയപ്പെട്ടിരുന്നു. അപ്പോൾ 1853 ഏപ്രിൽ 16 ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ചു. റെയിൽവേയുടെ ആദ്യത്തെ സർവീസ് മുംബൈ മുതൽ താനെ വരെയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അതേപോലെ തന്നെ 1851 ആദ്യത്തെ ടെലിഗ്രാഫ് ലൈൻ ആര് കൊണ്ടുവരികയാണ്? ഡൽഹൌസി പ്രഭു കൊണ്ടുവരികയാണ് ഡയമണ്ട് ഹാർബറിൽ നിന്ന് കൽക്കട്ടയിലേക്ക്. അതൊക്കെ കൊണ്ട് തന്നെ ധാരാളം വലിയ മാറ്റങ്ങൾ നമ്മുടെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആര് കൊണ്ടുവരുന്നുണ്ട്? ഈ പറയുന്ന ഡൽഹൌസി പ്രഭു കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് വിളിക്കുന്നു ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ. ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക ഡൽഹൌസി പ്രഭുവാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ ആരാണ്? ഡൽഹൌസി പ്രഭുവാണെന്ന കാര്യം ഓർത്തിരിക്കണം. അതേപോലെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊന്നാണ് 1854 ഇന്ത്യയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന വുഡ്സ് ഡെസ്പാച്ച് അവതരിപ്പിച്ചതും ആരുടെ കാലഘട്ടത്തിലാണ്? ഈ പറയുന്ന ഡൽഹൌസി പ്രഭുവിൻ്റെ കാലഘട്ടത്തിലാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. 1854 ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ മഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന വുഡ്സ് ഡെസ്പാച്ച് അവതരിപ്പിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. 1854 ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ മഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന വുഡ്സ് ഡെസ്പാച്ച് അവതരിപ്പിക്കുന്നത്. ഈ വുഡ് ഡെസ്പാച്ച് തയ്യാറാക്കിയതാരെന്നൊക്കെ ചോദിച്ചാൽ ചാൾസ് വുഡ് എന്നാണ് ഉത്തരമായിട്ട് വരിക. 1854 വുഡ്സ് ഡെസ്പാച്ച് തയ്യാറാക്കിയതാരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക ചാൾസ് വുഡ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ചാൾസ് വുഡ് ആണ് ഏത് തയ്യാറാക്കിയത്? വുഡ്സ് ഡെസ്പാച്ച് തയ്യാറാക്കുന്നത്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ മഗ്ന കാർട്ട എന്ന് അറിയപ്പെടുന്നത് ഏതെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക വുഡ്സ് ഡെസ്പാച്ച് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി 1854 പോസ്റ്റ് ഓഫീസ് ആക്ട് കൊണ്ടുവരുന്ന ആരുടെ കാലഘട്ടത്തിലാണ്? ഈ പറയുന്ന ഡൽഹൌസി പ്രഭുവിൻ്റെ കാലഘട്ടത്തിലാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. 1854 പോസ്റ്റ് ഓഫീസ് ആക്ട് കൊണ്ടുവരുന്ന ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക ഡൽഹൌസി പ്രഭുവിൻ്റെ കാലഘട്ടത്തിലാണ്. അതേപോലെ രണ്ടാം ആംഗ്ലോ സിഖ് യുദ്ധം, അതുപോലെ തന്നെ സന്താൽ കലാപം, ഇതൊക്കെ നടക്കുന്ന ആരുടെ കാലഘട്ടത്തിലാണ്? ഈ പറയുന്ന ഡൽഹൌസി പ്രഭുവിൻ്റെ കാലഘട്ടത്തിലാണ്. രണ്ടാം ആംഗ്ലോ സിഖ് യുദ്ധം, അതുപോലെ തന്നെ സന്താൽ കലാപം, ഇതൊക്കെ നടക്കുന്ന ആരുടെ കാലഘട്ടത്തിലാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരുന്നത് ഈ പറയുന്ന ഡൽഹൌസി പ്രഭുവിൻ്റെ കാലഘട്ടത്തിലാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ഹിന്ദു വിധവ പുനർവിവാഹ നിയമത്തിന്റെ കരട് തയ്യാറാക്കിയതാരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക ഡൽഹൌസി പ്രഭുവാണ്. ഹിന്ദു വിധവ പുനർവിവാഹ നിയമത്തിന്റെ കരട് തയ്യാറാക്കിയതാരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക ഡൽഹൌസി പ്രഭുവാണ്. ഹിന്ദു വിധവ പുനർവിവാഹ നിയമത്തിന്റെ കരട് തയ്യാറാക്കിയത് ആരാണ്? ഉത്തരമായിട്ട് വരിക ഡൽഹൌസി പ്രഭുവാണ്. 1854 പോസ്റ്റ് ഓഫീസ് ആക്ട് കൊണ്ടുവരുന്നു. ആധുനിക തപാൽ സംവിധാനം ഇന്ത്യയിൽ നടപ്പിലാക്കിയതാരാണ്? ഈ പറയുന്ന ഡൽഹൌസി പ്രഭു തന്നെയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇന്ത്യയിൽ പൊതുമരാമത്ത് വകുപ്പ് ആരംഭിച്ച ഗവർണർ ജനറൽ, ഉത്തരമായിട്ട് വരുന്നതും ഡൽഹൌസി പ്രഭു തന്നെയാണ്. ഇന്ത്യയിൽ പൊതുമരാമത്ത് ആരംഭിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരുന്നത് ഡൽഹൌസി പ്രഭുവാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ബ്രിട്ടീഷ് ഇന്ത്യയുടെ വേനൽക്കാല തലസ്ഥാനം ഏതാണ്? ഷിംലയാണ്. അത് ആ ഒരു കാലഘട്ടത്തിലാക്കുന്ന ആര് തന്നെയാണ്? ഈ പറയുന്ന ഡൽഹൌസി പ്രഭുവിൻ്റെ കാലഘട്ടത്തിലാണ് എന്ന കാര്യം ഓർക്കുക. അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ വേനൽക്കാല തലസ്ഥാനം എന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരിക ഷിംലയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ 1848 മുതൽ 1856 വരെയുള്ള കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഗവർണർ ജനറൽ പദവിയിലുണ്ടായിരുന്ന വ്യക്തി ആരെന്നൊക്കെ ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക ഈ പറയുന്ന ഡൽഹൌസി പ്രഭു ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്തതായിട്ട് പരിചയപ്പെടുന്നത് കാനിങ് പ്രഭുവാണ്. 1856 മുതൽ 1858 കാലഘട്ടങ്ങളിൽ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഗവർണർ ജനറൽ പദവിയിലുണ്ടായിരുന്ന വ്യക്തിയാണ് കാനിങ് പ്രഭു എന്ന കാര്യം ഓർത്തിരിക്കുക. ഹിന്ദു വിധവ പുനർവിവാഹ നിയമം 1856 കാലഘട്ടങ്ങളിൽ കൊണ്ടുവന്നതാരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക ഈ പറയുന്ന കാനിങ് പ്രഭുവാണ്. കാനിങ് പ്രഭുവിൻ്റെ കാലഘട്ടത്തിലാണ് ഹിന്ദു വിധവ പുനർവിവാഹ നിയമം കൊണ്ടുവരുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857 നടക്കുമ്പോൾ ആരായിരുന്നു ഗവർണർ ജനറൽ പദവിയിൽ ഉണ്ടായിരുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരുന്നതും കാനിങ് പ്രഭു തന്നെയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക.
1857 കൽക്കട്ട, ബോംബെ, മദ്രാസ് സർവകലാശാലകൾ സ്ഥാപിക്കുന്നതും ആരുടെ കാലഘട്ടത്തിലാണ്? ഈ പറയുന്ന കാനിങ് പ്രഭുവിൻ്റെ കാലഘട്ടത്തിലാണെന്ന കാര്യം ഓർക്കുക. 3 കാര്യങ്ങൾ: ഹിന്ദു വിധവാ പുനർവിവാഹ നിയമം 1856, ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857 നടക്കുമ്പോൾ അന്ന് ഗവർണർ ജനറൽ പദവിയിലുണ്ടായിരുന്നത് കാനിങ് പ്രഭുവാണ്. 1857 കൽക്കട്ട, ബോംബെ, മദ്രാസ് സർവകലാശാലകൾ സ്ഥാപിക്കുന്ന സമയത്ത് ഗവർണർ ജനറൽ പദവിയിലുണ്ടായിരുന്ന ആരു തന്നെയാണ്? ഈ പറയുന്ന കാനിങ് പ്രഭു ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അതേപോലെ തന്നെ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ തുടർന്ന് ഇന്ത്യയിൽ കമ്പനി ഭരണം പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കുകയും പിന്നീട് ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള ഭരണത്തിനു കീഴിലേക്ക് ഇന്ത്യ മാറുകയും ചെയ്യുകയും ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യക്ക് പകരം വൈസ്രോയ് എന്ന പദവി വരികയും ചെയ്യുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. ഇപ്പോൾ 1857 വിപ്ലവത്തിന് ശേഷം ഗവർണർ ജനറൽ ഓഫ് പദവിക്ക് പകരമായിട്ട് വരുന്നത് വൈസ്രോയ് എന്ന് പറയുന്ന പദവിയാണ്. അവിടെ തന്നെ ഏറ്റവും അവസാനത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ പദവിയിൽ ഉണ്ടായിരുന്ന ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക കാനിങ് പ്രഭുവാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ കാനിങ് പ്രഭുവാണ് ഏറ്റവും അവസാനമായിട്ട് ഗവർണർ ജനറൽ ഓഫ് പദവിയിലുണ്ടായിരുന്ന വ്യക്തി. ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ വൈസ്രോയ് ആരെന്നൊക്കെ ചോദിച്ചാലും ഉത്തരമായിട്ട് വരിക കാനിങ് പ്രഭു തന്നെയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ തുടർന്നിട്ട് എന്ത് വരികയാണ്? ഈ പറയുന്ന ഗവർണർ ജനറൽ ഓഫ് പദവി മാറിയിട്ട് വൈസ്രോയ് എന്ന് പറയുന്ന ഒരു പദവി വരികയാണ്. അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മേലുണ്ടായിരുന്ന അധികാരമെല്ലാം മാറിയിട്ട് പൂർണ്ണമായിട്ടും ബ്രിട്ടീഷ് രാജ്ഞിയുടെ, അതായത് പാർലമെന്റിന്റെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലേക്ക് ആര് മാറുകയാണ്? ബ്രിട്ടീഷ് ഇന്ത്യ മാറുകയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഇവിടെ നമുക്ക് കുറച്ച് കൺഫ്യൂഷനായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ ഒറ്റ നോട്ടത്തിലൊന്ന് പറയാം. ബംഗാളിലെ ആദ്യ ഗവർണർ ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക റോബർട്ട് ക്ലൈവ് ആണ്. ഓർത്തിരിക്കുക, ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക റോബർട്ട് ക്ലൈവ് ആണ്. ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക വാറൻ ഹേസ്റ്റിങ്സ് ആണ്. 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം, പ്രത്യേകം ശ്രദ്ധിക്കുക, 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ വില്യം ബെന്റനിക് ആണ്. 1833 ചാർട്ടർ ആക്ട് പ്രകാരം ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് ചോദിച്ചാൽ വാറൻ ഹേസ്റ്റിങ്സ്, ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ വില്യം ബെന്റനിക് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അതേപോലെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ കാനിങ് പ്രഭുവാണ് എന്ന കാര്യം ഓർക്കുക. ഇതേ കാനിങ് പ്രഭു തന്നെയാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇതോടൊപ്പം തന്നെ ആഡ് ചെയ്യുകയാണ്, അടുത്ത ക്ലാസ്സിൽ പറയാൻ വെച്ച കാര്യമാണ് എങ്കിൽ അത് ഒരുമിച്ച് പറഞ്ഞു പോയാൽ നിങ്ങൾക്ക് അത് കൂടുതൽ എളുപ്പമായിരിക്കും. എന്താണെന്ന് വെച്ചാൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയ് ചോദിച്ചാൽ മൗണ്ട് ബാറ്റൻ പ്രഭു ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയ് മൗണ്ട് ബാറ്റൻ പ്രഭു ആണെങ്കിൽ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലും ആര് തന്നെയാണ്? മൗണ്ട് ബാറ്റൻ പ്രഭു തന്നെയാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൻ പ്രഭു ആണെങ്കിൽ സ്വതന്ത്ര ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറലും ഇന്ത്യക്കാരനായ ഏക ഗവർണർ ജനറലും ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക സി രാജഗോപാലാചാരി ആണെന്ന കാര്യം കൂടി ഇതിനോടൊപ്പം ഓർത്തു വെച്ചേക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചിരിക്കുന്നത് ഗവർണർ ജനറലുമാരുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതിൽ വളരെ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്തത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ വൈസ്രോയിമാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും ചർച്ച ചെയ്യുക. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത ക്ലാസ് കാണും വരേക്കും താങ്ക് യു.